السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القليل من الجاهد وعلى آله وصحبه وسلم سليما بقدر ذاته في كل وقت وحين. أما بعد، وما طيب الطباق عيشا وإنما بعافية طاب طعام لطائم إذا كان به سقم فلا شيء طيب وإن لم يكن طابت جميع المطاعم. وعلى سيدنا مولانا മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഹജ്ജാജ് ബിൻ യൂസുഫ് ഭയങ്കര ക്രൂരി, കുപ്രസിദ്ധ രാജാവാണ് പണ്ടത്തെ. ഹജ്ജാജ് ബിൻ യൂസുഫ് ದುಷ್ಟ ಚಕ್ರವರ್ತಿಯವನು. ಅವನು ಅತಿಥಿ ಸತ್ಕಾರ ಜನಿಗಳು ಭಾರಿ ಪಿರ್ಸ. ಅತಿಥಿ ಸತ್ಕಾರನೇ ಭಾರಿ ಪಿರ್ಸ. ಅವನು ఉన్నదికి ముందు ఆరాడొంದು కూట అంటే ಅವನು ಉಂಡ ವಾಡಿಕೆಲ್ಲ ರೋಡದು ಆದತ್ ಹಾಕಿದ ಮನುಷ್ಯಮಾರು ಬಿಡಲಿಲ್ಲ. ಬೇರೆ ಮನುಷ್ಯಮಾರು ಇದ್ದಂಗೆ ಆದತ್ ನಲ್ಲಿ ಹಾಕಿದಂಗೆ ಬಿಡಲಿಲ್ಲ. അങ്ങനെ ಹಜ್ ಯಾತ್ರೆಯಲ್ಲಿ ಇನ್ನು ಮಕ್ಕತ್ತ ಮುಟ್ಟ ಅವನು ಎತ್ತಿಯಪ್ಪ. ಅವನಿಗೂ ಭಯಂಕರ ನಿತ್ರಾಣ ಇತ್ತು, ಚಿನ್ನಗಲಿ ಸುಸ್ತಾಯಿತು. അവിടെ പക്ക ഡയറക്റ്റ് ഇട്ട് അങ്ങ് ആഹാരം ഉണ്ണവോ അങ്ങോ അങ്ങനെ സേവക്കാരെല്ലാറില്ലേ ಎಲ್ಲ ഇന്നങ്ങ റെഡിയാറ്. അപ്പോൾ അവനുണ്ട് സർവൻറ്റ് സേവക്കട കാദ്യമട വിളിച്ച് എന്നാൽ നണ്ടിട്ട് ഒന്നുകൂടെ ഞാറാട്ട് വിഭാഗത്തിലെവിടെയും ആറാട്ട് ഇന്നെങ്കിൽ ഒന്നും വിളിച്ചം പറ ഇന്നിവിടെ കാണുമ്പോൾ അങ്ങനെ ചക്രവർത്തിയുടെ ആദേശപ്രകാരം അങ്ങ് തേടോ ಬರ್ತಾರೆ. ಪರಿಸರದಲ್ಲಿ ആരും കണ്ടില്ല. തേറിൽ ഓർത്ത് അവർ ഫക്കീർ ഭയങ്കര ഉറങ്ങിണ്ടിരുന്നത് കണ്ടത്. അവർ ഫക്കീർ സാധാരണ മനുഷ്യൻ. അവർ ചെന്നാർ അമീർ നിങ്ങളെ വിളിക്കര് ഭരണകൂലാണ്. അപ്പോൾ കടക്കട വലക്ക എന്നുണ്ട്. അമീർ നണ്ട ആവശ്യമുണ്ട നണ്ട മുട്ട വരട്ടെ നക്ക അമീറിനോട്ട് ഒരാവശ്യമില്ല, നിർദാക്ഷണ്യ പലക്ക. അത് കേട്ടത് ഇത്ത ഖാദിമുക്ക് ഭയങ്കര അർസമുണ്ട്. ആ ഫക്കീറെ പിടിച്ചുകൊണ്ട് അമീറിനെ മുട്ട എന്താക്കി ആയിഷ് ഖാദിമു ബലിച്ചൊണ്ടേ പോയാറാണ്. അങ്ങ് സ്നേഹക്കന്മാരെന്നാറില്ല, അങ്ങ് ബലിച്ചൊണ്ടേ പോയാറ്. അമീർ കേട്ട എന്ത് ചെയ്യാലും ബലിച്ചോണ്ട് വന്നിട്ടുള്ളോ. അയാൾ നിങ്ങൾ വിളിക്കൽ ചെന്നപ്പോൾ അയാൾ ബറോ കേട്ടില്ല. വേണമെങ്കിൽ അമീർക്കെല്ലാം നണ്ടാകത്തെ ഊട് നണ്ണമുട്ട വരട്ടെ എന്ന് ധിക്കാര് പലക്കെ ചെന്നറയിലും നക്കെന്തോ അമീറിട്ട് ഒരഗത്യം ഇല്ല എന്ന് ചെന്നപ്പോൾ ഹജ്ജാദ് കേട്ട ഒക്ക നിങ്ങൾ ചെന്നറോ അങ്ങനെ ഒക്കും ആ ചെന്നറ ഒക്കും എന്ന ധൈര്യത്തോട് ചെന്ന്. ഈ മാന മനുഷ്യന്മാർ പേടില്ല, ധൈര്യത്തോട് ചെന്ന് ഒക്ക് ചെന്നറൊക്കും. നക്ക് നിങ്ങളുടെ ഒരഗത്യം ഇല്ല, നിങ്ങൾ നണ്ടകത്യമല്ലേ, അതുകൊണ്ട് കൂടെ നട്ട് പറട്ടെ എന്ന് ഞാൻ ചെന്നോക്കൂ. ചെന്ന് നണ്ടകത്യത്ത് വിളിച്ചല്ല നിൻ്റെ അകത്യത്ത് വിളിച്ചു. ബാ ഒട്ടു ಸೇರಿಟ್ನಾಗ ಜಂಡಾಲು ಉಣ್ಣುವ ಬಾ ದೇ ಎಂದು ಚೆಂದು. ಅಪ್ಪ ಆ ಫಕೀರ್ ചെന്ന് നക്ക നിങ്ങളെ ആഹാര അഗത്യമില്ല. കാരണം നിങ്ങളെ കാട്ടി ബലിഷ്ഠ, നിങ്ങളെ കാട്ടി ಬೇಣ್ಮಾದೆಲ್ಲ ತಂಡ ಹೊರ್ತವಲ್ಲ. ಅವನ ಆಹಾರ നല്ല ರುಚಿಭರಿತ ಆಹಾರ. നിങ്ങളെ ആഹാരം അവിടെ താത്കാലിക രുചി, അവൻ്റെ രുചി ഭയങ്കര. ಅದರ ರುಚಿ ರಾಜ್ಯೆಲ್ಲವೂ ಹೊರಾಲೆ ಕೊಂಡು ಸಾಧ್ಯಲ್ಲ. ಹಂಗಂತ ನಂಡೆ ಬಿಳ್ಚಿರ അതുകൊണ്ട് കൊണ്ട് ആറാ ചക്രവർത്തി ആർക്കേട്ട ഹജ്ജാദ് അവനെ അള്ളാഹു എന്ന് ചെന്നപ്പോൾ ഓണിಗೆ പേടിയിട്ട് ഓഹോ അങ്ങനെ അതൊക്കെ നിങ്ങൾ ചെന്നത് അർത്ഥമില്ല എന്ന് ചെന്നപ്പോൾ ആ ഫക്കീർ ചെന്ന് ನಾನು അള്ളാഹു വേണ്ടി നോമ്പ് പിടിച്ചിട്ട് അള്ളാഹു നോമ്പ് ചിന്തയും ಭಾರಿ ಇಷ್ಟ. അതുകൊണ്ട് ನಂಡೆ ನಕ್ಕ നോമ്പ് തുറക്കുള്ള എല്ലാ വ്യവസ്ഥ അവൻ ആക്കിത്തായിട്ട് ഒന്നിരിക്കലും ഭൂമിയുടെ മേൽ നാണിക്കിടേണ്ടത്. ಅದಕ್ಕೆ ಭೂಮಿಲಿ ಬೇಡಮಾಯದಲ್ಲ എവിടെ ಎತ್ತನೋಡೆ ಬಡಿಟ್ಟು അവിടെ ಎಟ್ಟು ಅದು ಟೈಮ್ ಆಗಿಬರ್ತದೆ. ಅದಕ್ಕೆ ತರಪಾಟುಗೆಲ್ಲ വാഗ്ദാനം ആക്കിയത് ನಾನು ತಂಡಂಡು. പിന്നെ നിങ്ങളത് ഇത് തൂരിപ്പി അവിടെ ആഹാരം അത് എത്ര രുചിൻ്റെയും കണക്കിനൊക്കെ ബലമേ ഇല്ലാതെ. അപ്പോൾ ഹജ്ജാജിൻ്റെ ഫർലായ നോമ്പല്ലേ സുന്നത്തായ നോമ്പല്ലേ ബറു ഞങ്ങളൊട്ട് ಸೇರಿಟ್ಟು നോമ്പ് തുറക്കുರು. ഞങ്ങളൊട്ട് ചെന്നിട്ട് തിന്നൂರು, ഞങ്ങളെ സത്കാര സ്വീകരിക്കുರು. നോമ്പ് നാലും പിടിക്കുക. അപ്പോൾ ഫക്കീർ ചെന്ന് ನಾನು ಈ ಕಡೆ ചെന്നിട്ട് ಗ್ಯಾರಂಟಿ ತರೋ ನೀವು അവിടെ അത് ചെല്ലൂರು. അങ്ങനെ ഇത് മാത്രം നോമ്പിട്ರೆ ഹജ്ജാജ് എന്നാൽ അത് ഗ്യാരണ്ടി തറകാവില്ല. എങ്കിൽ നോമ്പുണ്ട് എൻ്റെ എല്ലാം 4 പിടിക്കല്ലേ. അപ്പോൾ ಫಕೀರ್ ചെന്ന് നോമ്പ് പിടിക്കണം. അള്ളാഹുടെ പുറത്ത് അള്ളാഹ് മാത്രം ഇഷ്ടം സ്വറ അത് അള്ളാഹ് മാത്രമേ കൊണ്ടുള്ളൂ. ഈ ഊടുற ಕ್ಷಣಿಕ ಸುಖಕ್ಕೆ ഞങ്ങളില്ല. ഞങ്ങൾ ബുദ്ധിന്ന മനുഷ്യന്മാർ, ഞങ്ങളെ ബുദ്ധിന്ന മനുഷ്യന്മാർ ഞങ്ങൾ ആവണം എന്ന് ഞങ്ങളെ പഠിപ്പാട്ടി.
അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിന്ന് മനസ്സിലാവും ഞങ്ങൾ ರುಚಿಕರമായ ಆಹಾರಲ್ಲ അവിടെ അപ്പം ನಾವು ಹಜ್ಜಾಜನ್ನು ನಂಡವು ಇಂದತ್ತು ಆಹಾರ ನಲ್ಲ ಭಾರಿ ಟೇಸ್ಟ್ ಉಂಟು ಬರು ಅಪ್ಪ ಫಕೀರ್ ಜಂತು ರುಚಿ ಟೇಸ್ಟ್ ಎಲ್ಲ ಗೊಂತಾವಡು ಗೊಂತುಂಡ ಪೈ ಚೌಡುಗು ಮಾತ್ರ ಪಸಿರೋ ರುಚಿ ಎಲ್ಲ ಗೊಂತಾವಡು ಆಹಾರದ ರುಚಿ ಅದರ ರುಚಿ ಗೊಂತಾವಡಲ್ಲ ಆರೋಗ್ಯ ಸಮಯದಲ್ಲಿ ಮಾತ್ರ ಅದು ರುಚಿ ಬರೆಗಂಡು ಅದು ಅನಾರೋಗ್ಯತವನ್ನು ಕೊಡ್ತದೆ ಅದು ಅವನಿಗೂ ಬೇಡ ಅದು ಅವನಿಗೂ വേണ്ട നോക്കണമല്ലോ സീക്കട മനുഷ്യന്മാർ എത്ര രുചിയുള്ള ആഹാരം കൊടുത്തു അങ്ങ് വേണ്ട അങ്ങനെ ബായിക്ക് പിടിക്കുന്നതും ഇല്ല അങ്ങ് ഒരു രുചി ടേസ്റ്റും ഇല്ല അതുകൊണ്ട് ആഹാര രുചിയെಲ್ಲ ഉണ്ടാവിടുവോ അതാ പിന്നെ ಆಹಾರ ರುಚಿ ಟೇಸ್ಟ್ ಹಾಕೋಣ ചോറ് ಹಾಕೋಣಲ್ಲ ಅಡಿಗೆ ಹಾಕೋಣಲ್ಲ ಅವನ ಸಾಮರ್ಥ್ಯ ಅಲ್ಲ പിന്നെ ഉണ്ണുണ്ട് ആരോഗ്യമേ അത് ടേസ്റ്റ് ഉണ്ടാകണം അതുകൊണ്ട് ರುಚಿಭರಿತವಣೆ ಮನುಷ್ಯന്മാർക്ക് ಆರೋಗ್ಯമുണ്ട് ರೋಗಬಾಧಿತನಾಗಿ ಹೆಂಗಂತ ಆಹಾರವನ್ನು ಕೊಡ್ತಿದ್ರು ಅದು ರುಚಿಗಿಲ್ಲ ರೋಗ ಇല്ലാത്തവನು ಹೆಂಗಂತ ಕೀಲು ಮಟ್ಟದ ಆಹಾರ ಕೊಡ್ತಿದ್ರೆ ಅದು ಅವನಿಗೆ നല്ല ರುಚಿಯೇ ಇಕ್ಕಡು എന്ന് ചെന്നുകൊണ്ട് ആ ഫക്കീർ പാടിത്ത് വമാ തയ്യബ തബ്ബാഖു ഐശം വ ഇന്നമാ ബി ആഫിയത്തിൻ താബ തആമു ലിതായിമിൻ ഇദാ കാന ബി സഖമൻ ഫലാ ശയ്യ തൊയ്യബൻ വ ഇൻ ലം യകുൻ താബത് ജമീഉൽ മതായിമി ആഹാരത്ത് ರುಚಿ അതായത് ടേസ്റ്റ് ആക്കടോ അത് അടിക്കണമല്ല അവൻ്റെ സാമರ್ಥ്യം അല്ല അത് ഉണ്ടോ ആരോഗ്യ അതുകൊണ്ട് ആഹാര ರುಚಿ ಬರವണെങ്കിൽ ಆರೋಗ್ಯ ಇಂಪಾರ್ಟೆಂಟ್ ರೋಗಬಾಧಿತ ಆಯ್ತೆങ്കിൽ ಅದು ಎತ್ತರ നല്ല ആഹാരം നിങ്ങൾ അവನಿಗೆ എന്താവില്ല ರುಚಿ ಏಕಿಲ್ಲ ರೋಗ ഇല്ലാത്തവನಿಗೆ എത്ര കീഴ്മടുത്ത ആഹാരം ഇന്നെങ്കിലും അത് അവനിಗೂ നല്ല സ്വാദിഷ്ടമായ രുചികരമായിട്ട് ഇക്കട് എന്ന് ആ ഫക്കീർ പാടിയപ്പോൾ ഹജ്ജാജിക്ക് നിർവാഹമില്ല ಅಂತ ഹജ്ജ് അയാൾ ഒരൊറ്റ രാജാവിടെ ಬಿಟ್ಟು അയല ಹಾಲ್ಗೆ പോയിന്റ് സുബ്ഹാനല്ലാ മഹാൻ്റെ ഹക്ക് വറക്കത്തുണ്ടിനെ ഫക്കീർ വലിയ മഹാനായിട്ട് ആ മഹാൻ്റെ ഹക്ക് വറക്കത്തുണ്ട് നമുക്ക് എല്ലാവർക്കും നീ പഠിച്ചവനെ ആഖിറ സമ്പാദനാക്കുള്ള എല്ലാ ബുദ്ധി നാൽപ്പത്തോടെ ആറാക്കി തന്നുകൊണ്ടേക്കുക അല്ലാ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.